ഗൈസ് നമ്മൾ താമസിക്കുന്ന കോട്ടേജിലെ ചേച്ചി പറഞ്ഞു നമ്മുടെ ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെ ഒരു നല്ലൊരു റിവർ സൈഡ് കോട്ടേജ് ഉണ്ട്, അവിടെ ഒരു റിവറും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ രാവിലെ നടക്കാൻ തുടങ്ങി. ഒരുപാട് വെയിലും, നല്ല 8 മണിയാണ് സമയം, പക്ഷേ നല്ല വെയിലുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നല്ല ചില്ലായിരുന്നു ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാനേ. രാവിലെ നമ്മൾ ഈ സിറ്റി ലൈഫൊക്കെ മാറിയിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി പോകുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്, നല്ല ഫ്രഷ് എയറാണ് ബ്രീത്ത് ചെയ്യാനായിട്ട്. ചുറ്റും കാപ്പിത്തോട്ടം, 2 സൈഡിലും കാപ്പിക്കുരുവും ഇലകളും അതിൻ്റെ സ്മെല്ലും പിന്നെ കിളികളുടെ കളകള ശബ്ദമൊക്കെ കേട്ടിങ്ങനെ നടക്കാനാകുമ്പോൾ നല്ലൊരു അന്തസ്സ് വൈബാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം നടന്ന് കുറേ നേരം നമ്മൾ നടന്നു കേട്ടോ. ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അത്യാവശ്യം നല്ല പൂക്കളും ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, 8 മണി കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ കാവേരി എസ്റ്റേറ്റ് എന്നുള്ളൊരു ബോർഡ് കാണിച്ചിട്ടുണ്ട്. കാവേരി എസ്റ്റേറ്റ് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ കാവേരി എസ്റ്റേറ്റാണ്. കാവേരി എസ്റ്റേറ്റിലോട്ട് നടക്കുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ ഗൈസ്, നമ്മൾ നടന്ന് റിവർ കാണുമെന്ന് പ്രതീക്ഷിച്ച് ഇതുവരെ ഒന്നും കണ്ടില്ല. ഇനിയും പ്രതീക്ഷയോടെ നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഇറങ്ങി തിരിച്ചല്ലോ, അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. മുന്നോട്ട് വെച്ച കാര്യം നമ്മൾ മുന്നോട്ട് തന്നെ വയ്ക്കണം, ഒരിക്കലും പിന്മാറാൻ പാടില്ല ഗൈസ്. ഇവിടെ ഒരു ടച്ച് മീ നോട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ പഴയ ടച്ച് മീ നോട്ടുണ്ടല്ലോ, തൊട്ടവാടുന്ന പൂ അങ്ങനെ ഈ കാപ്പിത്തോട്ടവും കണ്ട് ഞങ്ങൾ റിവറെങ്കിലും കാണാൻ പറ്റും, ഒരു പുഴയെങ്കിലും കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും അങ്ങനെ നടന്നു പോവുകയാണ് ഗൈസ്. അപ്പോഴാണ് അവിടെ നിന്ന് ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ഒരു ചെറിയ വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ദൂരെ. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. 2 സൈഡിൽ നോക്കിയിട്ടും ഇലകളും കാടും മാത്രമേ ഉള്ളൂ. ഒരിടത്തും അതിൻ്റെ ഒരു അംശം പോലും നമ്മൾ കണ്ടില്ല. എന്നാലും വീണ്ടും മുന്നോട്ട് തന്നെയാണ് നടക്കുന്നത്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ റോഡല്ല, ആ ഒരു വഴിയിൽ റോഡില്ല. നടക്കുമ്പോൾ എല്ലായിടത്തും ചെളിയാണ്. ചെളി ചവിട്ടി നടക്കുന്ന ഒരു പ്രയാസമുള്ള കാര്യമാണ് ഗൈസ്. പിന്നെ അത്യാവശ്യം മരങ്ങളും വൈബും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങ് നടന്നു പോകുന്നു. പട്ടികളൊന്നും ഇല്ലെങ്കിൽ രക്ഷപ്പെട്ട്. ആക്ച്വലി ഇതുവരെ പട്ടികളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അവർ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തായാലും നടന്ന് അതായത് ചുവന്ന പൂക്കൾ ഒന്ന് വീട് കിടക്കുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ പേരറിയത്തില്ല ഗൈസ്, നിങ്ങൾക്കറിയാം എന്താണെന്ന് ഗൈസ്? ഈ മരത്തിൽ നിന്ന് വീണ ചുവന്ന പൂക്കളാണ്, ഒന്നാണ് ഓറഞ്ചാണ്, രണ്ടും മിക്സാണ്. അപ്പോഴാണ് ഞങ്ങളൊരു കാഴ്ച ശ്രദ്ധിച്ചത്. റൈറ്റ് സൈഡിൽ വെള്ളമുണ്ട് കണ്ടോ, ഒരു ബോട്ട് വരെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പുഴയാണ് നമ്മൾ അന്വേഷിച്ചിറങ്ങിയത് കണ്ടോ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കോട്ടേജും അവർ പറഞ്ഞ കോട്ടേജിന് അടുത്തുള്ള റിവർ സൈഡ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചില്ല. അപ്പോൾ അങ്ങോട്ട് വഴിയുള്ള സ്ഥിതിക്ക് വീണ്ടും നടക്കാമെന്ന് തന്നെ വിചാരിച്ചു ഗൈസ്. കണ്ടോ, ഈ വഴിയെല്ലാം ചെളിയാണ്. ഒരു വിധത്തിലാണ് ഞങ്ങൾ നടന്ന് പോകുന്നത്. കാലെല്ലാം ചെളിയാണ് ഗൈസ്. അവസാനം ഞങ്ങൾ എത്തി. കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. അടിപൊളി ഇത് കണ്ടോ, ക്രിക്കറ്റ് കളിയുള്ള സ്ഥലമുണ്ട് ഫ്രണ്ടിൽ. നല്ല ലഷ് ഗ്രീനറിയാണ് കണ്ടോ. വാവ്, എന്ത് രസമാണ് നോക്കിയാൽ. നല്ല വൈബാണ് കേട്ടോ. ഒരു ഗോൾഫ് കളിക്കാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ. ഇതിനടുത്താണ് റിവർ. ഇവിടെ നിന്ന് കുറച്ചുകൂടെ നടന്ന റിവർ എത്തുമെന്നാണ് നമ്മുടെ ഈ കോട്ടേജിലുള്ള സ്റ്റാഫ് പറഞ്ഞത്. അപ്പം നമ്മളെന്ത് തീരുമാനിച്ചെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഇവിടം വരെ എത്തി. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നടന്ന് ആ വെള്ളത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കൈ മുഖമൊക്കെ ഒന്ന് കഴുകാം. എന്തായാലും വേർത്ത് ക്ഷീണിച്ച് വന്നതല്ലേ, വെറുതെ വേസ്റ്റ് ആക്കണ്ട. ഈ കാഴ്ച കണ്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് വിചാരിച്ചു ഇനി അങ്ങോട്ടങ്ങ് നടക്കാം. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ. അപ്പോൾ കണ്ടോ, ചെറിയ ചെറിയ മരങ്ങൾ ഇവിടെ അവർ നട്ട് വച്ചിട്ടുണ്ട്. ഇവർ ഈ ഗസ്റ്റ് ഹൗസ് കൊടുക്കുന്നത് 10 ഗ്രൂപ്പ്സിന് വേണ്ടി മാത്രമേ കൊടുക്കത്തുള്ളൂ, അത് ഫാമിലീസിനൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അവിടുത്തെ ആ ഒരു സെറ്റപ്പും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ആ ഒരു പുഴയുടെ അടുത്തോട്ട് പോയി. ഫൈനലി ഞങ്ങൾ എത്തി. ടാർഗറ്റ് മിഷൻ സക്സസ്ഫുൾ. കേട്ടോ, സ്പീഡിൽ ഒഴുകുന്ന പുഴയാണ്. അപ്പോൾ ഇറങ്ങി അധികം നിൽക്കാൻ പറ്റില്ല, അട്ടയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ്, കമൻറ്റ് ഓൾസോ. ബൈ, ടേക്ക് കെയർ.